നോബിൾ ഫിലിപ്പ് തന്റെ കുടുംബ സ്വത്തിൽ നിന്നും തൃക്കൊടിത്താനത്തുള്ള കണ്ണായ 7 സെന്റ് സ്ഥലം നൽകുകയും അതിൽ KHDEC എന്ന സന്നദ്ധ സംഘടനയുടെ സാരഥിയായ ഫിറോസ് വീട് വെച്ച് നൽകുകയും ചെയ്തു. ഇന്നത്തെ കാലത്ത് 7 സെന്റ് സ്ഥലവും ഒരു വീടും വേണമെങ്കിൽ എത്ര ലക്ഷങ്ങൾ ചിലവാകേണ്ടി വരുമെന്ന് നമുക്ക് ഊഹിക്കാം. വാടകയ്ക്ക് എന്തായാലും വീടെടുത്താം, ഇറക്കി വിടട്ടേന്നേ. മൂത്ത മോനും ഇളയ മോനും അവകാശമുള്ള വീടല്ലേ അത്. സിരിച്ചേട്ടന്റെ 2 മക്കളും അല്ലേ അത്, അവകാശമുള്ള വീട്. ഇവര് നിയമപരമായിട്ട് ഇറക്കി വിടട്ടേന്ന്. ഇറക്കി വിടുമ്പോ വിടട്ടെ. ഞാൻ രേണുവിനെ ഇറക്കി വിട്ടെന്നില്ല പറയുന്നത്. രേണു ഈ വീട് തമ്മിൽ യാതൊരു ബന്ധവും, ആകെ ബന്ധമുള്ള മക്കളുടെ മനസ്സിലായോ? അല്ലാതെ എനിക്കിപ്പം ഒരു 5000 രൂപ കൊടുത്തില്ല 2000 രൂപ വാടകയ്ക്ക് പോകാൻ കഴിയാത്തോണ്ടല്ല. അത് ആ പിള്ളേരുടെ അവകാശപ്പെട്ട വീടാ. ഇപ്പോഴും ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുത്ത ഇഷ്ടദാനം അല്ലെങ്കിൽ എന്തുവാട്ടെ, ഒരു അച്ഛൻ മരിച്ച പിള്ളേർക്ക് ഗിഫ്റ്റ് കൊടുത്തെന്ന് വെച്ചു, ദൈവത്തിന്റെ പ്രതിപുരുഷൻ ഗിഫ്റ്റ് കൊടുത്തെങ്കിൽ അത് തിരിച്ചു മേടിക്കണമെങ്കിൽ അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും പറയാൻ പറ്റും. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണുസുതി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം വേറെ ഒരുപാട് കണ്ടന്റുകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം ദീപക് എന്ന് പറയുന്ന സഹോദരൻ്റെ മരണം, അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനിടയ്ക്ക് രേണുസുതിയുടെ കണ്ടന്റുകൾ വരുന്നുണ്ടായിരുന്നു. അതത്ര മൈൻഡാക്കിയില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ ആലപ്പി അഷ്റഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി രേണുസുതിക്കെതിരായിട്ട് കുറച്ചധികം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. എന്തായാലും അദ്ദേഹം രേണുസുതിയെ കുറിച്ചിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്കതൊന്ന് കാണാം. ഫ്ലവേഴ്സ് ചാനലിലെ സ്റ്റാർ മാജിക് എന്ന കോമഡി ഷോയിലെ ഒരു സ്ഥിരം സാന്നിധ്യമായിരുന്നു കൊല്ലം സുധി. അതിലെ ഏറ്റവും മൂല്യമുള്ള താരവുമായിരുന്നു. ആ ഷോയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന വേളയിലായിരുന്നല്ലോ അദ്ദേഹം ഒരു വാഹനാപകടത്തിൽപ്പെട്ട് മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിതമായ വിയോഗം എല്ലാവരിലും വേദനയും ഞെട്ടലും ഉളവാക്കിയിരുന്നു. അന്ന് സുധിയുടെ ഭാര്യ രേണു സുധി ഒരു കൈക്കുഞ്ഞുമായി ജീവിതമിനി എന്തെന്ന് എങ്ങനെ എന്ന ചോദ്യത്തിന് മുൻപിൽ നിസ്സഹായയായി പകച്ചു നിൽക്കുന്ന ദയനീയ കാഴ്ച ഇന്നും ആരും മറന്നിട്ടുണ്ടാവില്ല. അന്ന് ആ സാഹചര്യത്തിൽ ഞങ്ങളുടെ സുധിയുടെ കുടുംബത്തെ അനാഥമാക്കാൻ സമ്മതിക്കില്ല എന്ന പ്രഖ്യാപനവുമായി അവരെ സഹായിക്കാൻ സുധിയെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന നിരവധി പേർ മുന്നോട്ട് വന്നു. മാധ്യമരംഗത്തെ മനുഷ്യസ്നേഹിയായ ഫ്ലവേഴ്സ് ചാനലിലെ MD ശ്രീകണ്ഠൻ നായർ അന്ന് അവിടുത്തെ ചുമതലകളെല്ലാം ഏറ്റെടുത്ത് ഒരു കുടുംബനാഥനെ പോലെ എല്ലാ ചടങ്ങുകളും ഭംഗിയായി നടത്തുകയാണ് ഉണ്ടായത്. കൂടാതെ അദ്ദേഹം കുട്ടികളുടെ പഠനകാര്യങ്ങൾ നോക്കാമെന്നും അവർക്കൊരു വീട് നിർമ്മിച്ചു നൽകാനുള്ള ഏർപ്പാട് ചെയ്യാമെന്നും ഉറപ്പു കൊടുത്തു. എന്തായാലും രേണുസുതിയെ കുറിച്ചിട്ടുള്ള കഥകള് ആരുടെ അടുത്തും പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇങ്ങനെയാണ് ഈ ഒരു പ്രശസ്തിയുടെ ലോകത്തേക്ക് അവരെത്തിയെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. കൊല്ലം സുധി മരിച്ച സമയത്തൊക്കെ അവർ സ്വാഭാവികമാണ്, സ്വന്തം ഭർത്താവ് മരണപ്പെടുന്നത് ഒരു സ്ത്രീക്കും അല്ലെ ഒരു ഭാര്യയ്ക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല. അവരും ഭയങ്കരമായിട്ട് തകർന്നിരുന്ന ഒരു അവസ്ഥയായിരുന്നു. പിന്നീട് അവർക്ക് ഒരു സ്വന്തമായിട്ട് ഒരു വീടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ബിഷപ്പ് ഇവർക്ക് 7 സെന്റ് സ്ഥലം ഇഷ്ടദാനമായി നൽകുകയും അതോടൊപ്പം തന്നെ KHDEC ഫിറോസ് ഇവർക്ക് വീട് വെച്ച് നൽകാമെന്ന് പറയും. കൊല്ലം സുധിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചുവിന് പഠന ചെലവുകളും കാര്യങ്ങളെല്ലാം ഫ്ലവേഴ്സ് നോക്കാമെന്നും പറയുന്നു. അങ്ങനെ പിന്നീട് അവർക്ക് സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. സ്ഥലമായിക്കോട്ടെ വീടായിക്കോട്ടെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സഹായങ്ങൾ അവർക്ക് കിട്ടി. അങ്ങനെയാണ് രേണുസുതി ഒരു റീൽസിലൂടെ വരുന്നത്. അങ്ങനെ റീൽസിലൂടെ രേണുസുതി അങ്ങ് വൈറലാകും. നമ്മുടെ ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത്. അതിനുശേഷം അവർ ആ ഒരു റീൽസ് ക്ലിക്കായി നല്ല രീതിയിലുള്ള നെഗറ്റീവ് അവർ കേൾക്കുകയും സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ് ഒക്കെ നേരിടേണ്ടി വന്നു. അവിടുന്ന് അവരുടെ ആ ഒരു പ്രശസ്തിയുടെ കാലഘട്ടം തുടങ്ങുകയായിരുന്നു. പിന്നീട് നമുക്കറിയാം അവർ ബിഗ് ബോസിലെത്തി. അങ്ങനെ ഭയങ്കര പ്രശസ്തി കാര്യങ്ങളൊക്കെ കിട്ടി. ഇന്ന് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു താരമാണ്. കേരളത്തിൽ മാത്രമല്ല, ദുബായിലും ബഹ്റിനിലും അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഒരു താരമായി മാറി. എന്നാൽ ഈ കരുണ കാണിച്ച ആ വലിയ മനസ്സിന്റെ ഉടമകൾ ഇന്ന് അവരുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞ് വിലപിച്ച് രംഗത്ത് വരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഗുണ്ടകളെ പേടിച്ച് ജീവനിൽ ഭയന്ന് കഴിയുന്നത് ഒരു സാധാരണ വ്യക്തിയല്ല. 7 സെന്റ് സ്ഥലം ദാനം ചെയ്ത ആദരണീയനായ ബഹുമാന്യനായ ഒരു ബിഷപ്പാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്: എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം രേണുസുതിക്കായിരിക്കും. ഒരു പിതാവാണ് ഗുരുതരമായ ഈ ആരോപണം ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയുന്നു, വീട് വെച്ച് നൽകിയത് മുതൽ ആരംഭിച്ചതാണ് രേണുസുതിയുടെ ഈ കുറ്റപ്പെടുത്തലുകൾ. ആദ്യമൊക്കെ ആരും അതത്ര കാര്യമാക്കിയില്ല. എന്നാൽ ആ കുറ്റപ്പെടുത്തലുകൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ വലിയ പ്രചാരമാണ് ഉണ്ടായത്. അത് ആ വീട് വെച്ച് നൽകിയ സംഘടനയുടെ ക്രെഡിബിലിറ്റിയെയും നിലനിൽപ്പിനെയും സാരമായി ബാധിക്കും വിധമായിരുന്നു. അതിനെതിരെ ആ സംഘടനയുടെ മേധാവി ഫിറോസ് രംഗത്ത് വന്നിരുന്നുവല്ലോ.
പിന്നീട് അങ്ങോട്ട് കുറെ നാളുകൾ രേണു സുധിയും ഫിറോസും ചില യൂട്യൂബേഴ്സും തമ്മിൽ ഇതിനെ ചൊല്ലി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആരോപണ പ്രത്യാരോപണങ്ങൾ അരങ്ങേറി. അതിനല്പം ശമനമുണ്ടായപ്പോൾ അതാ വരുന്നു ബിഷപ്പിന് നേരെ. ബിഷപ്പ് പറയുന്നു, ആ സമയത്ത് യാതൊരു പരിചയവുമില്ലാത്ത ഒരു വാഹനം എന്റെ വാതിലിന് നേരെ വന്ന് നിർത്തിയിട്ട് ആജാനബാഹുക്കളായ 2 മനുഷ്യരിറങ്ങി എന്റെ ഫോട്ടോ എടുത്തതിന് ശേഷം നിന്നെ പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞ് കാർ വിട്ടുപോയി എന്ന്. ഞാൻ ചെയ്ത ഒരു നന്മ അവരുടെ തലമുറകളെ സഹായിച്ചു എന്നത് മാത്രമാണ്. അതിനുവേണ്ടി അവരുടെ സുഹൃത്തുക്കളും അവർക്ക് വേണ്ടി PR വർക്ക് ചെയ്യുന്നവരും എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട്. എന്നെ കൊലപ്പെടുത്തുവാൻ 2-3 തവണ ഇവിടെ ആളുകൾ വന്നു. ഞാൻ പോലീസിനും മുഖ്യമന്ത്രിക്കും പരാതികൾ നൽകിയിട്ടുണ്ട്. എന്റെ ജീവന് ഭീഷണിയുണ്ട്. നമ്മളൊക്കെ സ്നേഹിച്ചിരുന്ന രേണു സുധിയെ കുറിച്ച് ഒരു ആദരണീയനായ വ്യക്തി ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ വിശ്വസിക്കാനാകാതെ ഞെട്ടിത്തരിച്ചു പോവുകയാണ്. രേണു സുധിയിൽ പെട്ടെന്നുണ്ടായ ഉയർച്ചയോടൊപ്പം വന്ന മാനസിക പരിവർത്തനം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ മനക്കരുത്തും തന്റേടവുമൊക്കെ ആവശ്യമുണ്ട്. പക്ഷേ അഹങ്കാരവും ഗുണ്ടകളുടെയും ഒക്കെ ആവശ്യമുണ്ടോ? ബിഷപ്പ് തിരുമേനി പറയുന്നു, ഇനിയും പലരെയും സഹായിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ സഹായം ചെയ്യാൻ ഇപ്പോൾ ഭയം തോന്നുകയാണ്. ഒത്തിരി മനപ്രയാസം അനുഭവിച്ചു. കരയേണ്ട അനുഭവങ്ങൾ വന്നു. രേണു സുധി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് തന്നെ വിഷമിപ്പിച്ചു. തന്നെ കുറിച്ച് ബ്ലോഗർമാരും കൂടെയുള്ളവരും തെറ്റായി പറയുമ്പോൾ രേണുവിന് ഒറ്റ വാക്കിൽ തിരുത്തി കൊടുക്കാമായിരുന്നു. ഇവിടെ സംഭവിച്ചത് ഇനിയും സഹായിക്കേണ്ട നിർധനരായ പാവപ്പെട്ടവരുടെ കഞ്ഞിയിലാണ് രേണു പാറ്റയിട്ടത്. ഇനി മറ്റൊരാൾക്ക് സഹായം ചെയ്യണമെങ്കിൽ അത്ര എളുപ്പമാകില്ല. രണ്ടാമതൊന്നുകൂടി ചിന്തിക്കും. തീക്കൊള്ളി കൊണ്ട് അടികൊണ്ട പൂച്ചയാണല്ലോ അവർ. ഇനി മിന്നാമിനിങ്ങനെ കണ്ടാലും ഒന്ന് പേടിക്കും. രേണു സുധിക്കെതിരെ ബിഷപ്പ് നിയമപരമായി വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. തനിക്കെതിരെയുള്ള അപകീർത്തികരമായ വീഡിയോകൾ പിൻവലിക്കുകയും ഇനി ആവർത്തിക്കില്ലെന്ന് ഉറപ്പു കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ താൻ ഇഷ്ടദാനം കൊടുത്ത വസ്തു തിരിച്ചെടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. രേണു സുധിക്കിപ്പോൾ കാറായി, ഡ്രൈവറായി, മാനേജരായി, നാനാ വഴിക്ക് നിന്നും വരുമാനവുമായി. കൂടാതെ അവർ കഴിക്കുന്ന മുന്തിയ മദ്യത്തിന്റെ ബ്രാൻഡ് പോലും സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറയുന്നു. വോഡ്ക മാജിക് മൂവ്മെന്റ് ആണത്രേ ആ ബ്രാൻഡ്. അങ്ങനെ ജീവിതം അടിച്ചു പൊളിച്ച് ആഘോഷമാക്കുകയാണ് അവർ. ഈ സാഹചര്യത്തിൽ കടന്നു വന്ന വഴികളും അനുഭവിച്ച ജീവിതയാതനകളും സഹായിച്ച കരങ്ങളെയും അപ്പാടെ മറന്നു. എന്തായാലും കറക്റ്റ് കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്. സഹായിച്ചവരെല്ലാം മറക്കുകയും വന്ന വഴികൾ മറക്കുകയൊക്കെ ചെയ്ത ഒരു പ്രശസ്തിയുടെ എന്താ പറയുക, അങ്ങേ അറ്റം നിൽക്കുന്ന ഒരാളായിട്ടാണ് ഇപ്പോൾ രേണു സുധി. കാരണം അവർക്ക് ഈ ഒരു പണവും പ്രശസ്തിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അഹങ്കാരമായിപ്പോയി. അവർ വന്ന വഴി മറന്നു. അതുപോലെ തന്നെ അവരെ സഹായിച്ചവരെല്ലാം സമൂഹത്തിന് മുന്നിൽ തള്ളിപ്പറയുകയും സഹായമെല്ലാം സ്വീകരിച്ചിട്ട് ഇപ്പോൾ കുറേ കാശും പ്രശസ്തിയൊക്കെ വന്നപ്പോൾ ആ സഹായിച്ചവരെയൊന്നും ഒരു വിലയില്ലാതെ, പുല്ല് വിലയില്ലാതെ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പം എന്തായാലും ഈ ആലപ്പി അഷ്റഫ് എന്ന് പറയുന്ന വ്യക്തി രേണു സുധിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം തുടക്കം മുതൽ, അതായത് രേണു സുധിയുടെ ഭർത്താവ് കൊല്ലം സുധി മരിച്ചപ്പോൾ ഉള്ള രേണു സുധി മുതൽ ഇപ്പം ഈ പ്രശസ്തിയിലെത്തി നിൽക്കുന്ന അഹങ്കാരത്തിന് കൈയും കാലും വെച്ച ആ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ ജീവിക്കട്ടെ, മറ്റതല്ലേ മറിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊന്ന് ചിന്തിച്ച് നോക്കുക. ഇത്രയും ഒരു നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു ബിഷപ്പ്, അദ്ദേഹം ഒന്നും തന്നെ ഇതുവരെ രേണു സുധിയെ കുറിച്ചിട്ട് ഒരു മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് അവസരം ഉണ്ടാക്കിയത് രേണു സുധി തന്നെയാണ്. കാരണം ആ വീട് ചോർച്ച അല്ലെങ്കിൽ വീട് ചോരുന്നുണ്ട് എന്നൊക്കെയുള്ള പരാമർശം ആദ്യം പറഞ്ഞത് രേണു സുധിയാണ്. അതിന് ഈ ബിഷപ്പ് എന്ത് തെറ്റാണ് ചെയ്തത്? അദ്ദേഹം 7 സെന്റ് സ്ഥലം ആ കുഞ്ഞുങ്ങൾക്ക് വീട് വെക്കാൻ നൽകി എന്നൊരു കാര്യം മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ വീട് വെച്ചതിൽ എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ അത് ഫിറോസിനെ പറയണം, അല്ലാതെ ഈ ബിഷപ്പിനെ പറയാൻ എന്ത് ഒരു യോഗ്യതയാണ് രേണു സുധിക്കുള്ളത്? ഇപ്പോൾ എന്തായാലും അദ്ദേഹം വക്കീൽ നോട്ടീസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. അത് വേറെ വഴിയില്ല. നിരന്തരം വന്നിട്ട് ആ ഒരു ബിഷപ്പിനെ വന്ന് വിഷപ്പാമ്പ് എന്തൊക്കെയാണ് ഈ പറയുന്ന രണാസുനെ വന്നിട്ട് പറയുന്നത്. അതിനെതിരെ നമ്മളെപ്പോലുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് പ്രതികരിച്ച് രംഗത്ത് വന്നു. ഈ പറയുന്നവരെല്ലാവരും കൊള്ളാത്തവർ, അതായത് യൂട്യൂബേഴ്സൊക്കെ കൊള്ളാത്തവരും, രേണു സുധി നല്ലതും. രേണു സുധി എന്താ ചെയ്തേക്കുന്നത്? സഹായിച്ചവരെല്ലാം അപ്പാടെ നാണം കെടുത്തുകയും അവരെയൊക്കെ കുറ്റം പറയുകയാണ് ചെയ്യുന്നത്. ഇത്ര അങ്ങ് അഹങ്കാരം പിടിച്ചവരാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിക്കൊടുക്കണം. ഇപ്പം കയ്യിൽ നല്ല പൈസ ഉണ്ടല്ലോ, ഒരു വീട് വെക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്യണം. അപ്പം അത് പറ്റത്തുമില്ല. ആ വീട്ടിൽ കിടന്നുകൊണ്ട് തന്നെ അത് കൊടുത്ത സ്ഥലം കൊടുത്തവരെയും വീട് വെച്ച് കൊടുത്തവരെയും സഹായിച്ചവരെല്ലാം
വന്നങ്ങ് നാണം കെടുത്തുകയാണ്. അപ്പോൾ പിന്നെ ഈ ഒരു രീതിയിലല്ലേ അത് ഏത് രീതി പ്രതികരിക്കണം? എന്നിട്ടിപ്പോൾ അതേ ലൈവിൽ ഇൻസ്റ്റഗ്രാമിൽ ലൈവ് വന്നിട്ട് പൂരത്തേറി. അവരുടെ നിലവാരം എത്രത്തോളമാണെന്നുള്ളത് മനസ്സിലാക്കാമല്ലോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കൊല്ലം സുധി ഉണ്ടല്ലോ അങ്ങ് പരലോകത്തിരുന്ന് ഇവളെ ശപിക്കുന്നുണ്ടാവും. കാരണം ആ ഒരു കലാകാരൻ്റെ പേരും പ്രശസ്തിയെല്ലാം ഇവളായിട്ട് നശിപ്പിച്ചു. എന്നിട്ട് അതൊക്കെ പോട്ടെ, കൊല്ലം സുധിയുടെ മക്കൾക്ക് വീട് വെക്കാൻ സ്ഥലം കൊടുത്തതും എല്ലാം ഇവരെ സഹായിച്ചവരെല്ലാം ഈ പറയുന്ന രേണുസുധി ഓർത്തിട്ടല്ല സഹായിച്ചത്, പകരം ആ ഒരു കലാകാരനെ ഓർത്തിട്ടാണ് എല്ലാവരും ഇവരെ സഹായിച്ചതും ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതും. എന്നിട്ട് ആ ഒരു ബോധം പോലും ഇല്ലാതെ രേണുസുധി എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അവരിറങ്ങി നടക്കുന്നതും ഒക്കെ പോട്ടെ. അവർ വന്ന വഴി എല്ലാവരും മറന്നു. പറയുന്നു ഞാൻ മദ്യപിക്കാറുണ്ട്, ഞാൻ മാജിക് മൊമെൻ്റാണ് അടിക്കുന്നത്, മറ്റതാ മറിച്ചതാന്നൊക്കെ പറഞ്ഞ് എന്താ പറയണ്ടേ, അവരുടെ ഈ ഒരു പ്രശസ്തിയുടെ ഒരു അഹങ്കാരം അവരുടെ തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പ്രശസ്തിയും കാര്യങ്ങളൊക്കെ അങ്ങ് പോകും. ഇപ്പം എടുത്ത് തലയിൽ അങ്ങ് പൊക്കി വെച്ചിരിക്കുന്നവർ തന്നെ താഴെ ഇട്ടിട്ട് പോകും. അപ്പോഴും ഇതേ രീതിയിൽ ഈ അഹങ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം.